ഹായ്, നമസ്തേ. ഇന്ന് രാവിലെ ഉറക്കം എണീറ്റപ്പോൾ മൊബൈലിനകത്ത് കണ്ട ഒരു വീഡിയോ ആണ്. ആ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാമെന്ന് കരുതി. നമ്മുടെ ദിനചര്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നമ്മുടെ മുന്നിലേക്ക് വരുന്ന മിക്ക യൂട്യൂബ് ചാനലിലെയും വീഡിയോസിൽ ഒരുപാട് ഡോക്ടർമാർ അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിശദമായ രോഗങ്ങളെക്കുറിച്ചും ആ രോഗത്തെ എങ്ങനെ പരിഹരിക്കാം, എന്തൊക്കെ ആഹാരങ്ങൾ കഴിക്കാം, എന്തൊക്കെ വിറ്റാമിനുകളാണ് കുറവ് കൂടുതൽ എന്നൊക്കെയുള്ള നിരവധി വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. ഡോക്ടർമാർ പറയുന്നില്ലയോ എന്ന് കരുതി നമ്മൾ അതിനെ ഫോളോ ചെയ്യാറുമുണ്ട്. ഭൂരിഭാഗവും ആളുകളും ഫോളോ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്നും ഫോളോ ചെയ്യുന്നുണ്ടാവില്ല. കാരണം തിരിച്ചറിവ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരിലും ഉള്ളതാണ്. ഒരാൾ നൽകുന്ന ഒരു അറിവിനെ അത് നമ്മുടെ മനസ്സിൽ വെച്ച് ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു തിരിച്ചറിവ് ഇല്ലേ പഠനങ്ങൾ വഴി നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നമ്മുടെ ജീവിത ശൈലിയിലേക്ക് കൊണ്ടുവന്ന് നല്ല വ്യക്തിത്വങ്ങളായി മാറുക എന്നതാണ് മെയിനായിട്ടും മുഖ്യമായിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത്. നമ്മളെല്ലാം കുഞ്ഞുനാൾ മുതൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ ശീലിപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് പല്ല് തേച്ച് ബാക്കിയുള്ള ബാത്റൂം പോകുന്ന കാര്യങ്ങളും എല്ലാം ചെയ്ത് കുളിച്ച് ഫ്രഷായിട്ട് വേണം ഒരു ദിവസത്തിൻ്റെ തുടക്കം നമ്മൾ തുടങ്ങുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പൊതുവെ കേൾവിയുള്ളതും ആ ജീവിതശൈലികളാണ് മിക്ക ആളുകളിലും ഉള്ളത്. എന്നിരുന്നാൽ തന്നെയും ചില ആളുകൾ രാവിലെ എണീക്കുന്നതിന് മുമ്പേ ബെഡ് കോഫി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം, നമ്മുടെ പാശ്ചാത്യ സംസ്കാരം, ബെഡ് കോഫി ഉണർന്നു കഴിഞ്ഞാൽ ഉടനെ ചായ കുടിക്കുന്ന ഒരു സ്വഭാവം, ബെഡിൽ നിന്ന് എണീറ്റാൽ ഉടനെ ബെഡിൽ കിടക്കുമ്പം തന്നെ ചായ കൊണ്ട് കൊടുക്കുന്നതൊക്കെ നമ്മൾ നിരവധി മൂവീസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്നും അത്ര നല്ല ശീലങ്ങളായിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയല്ല. പല്ല് തേച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ചായ പോലുള്ള പലഹാരങ്ങൾ ഈ വക കാര്യങ്ങളൊക്കെ പണ്ടും ഇപ്പോഴും ചെയ്യാറുള്ളൂ. വൈദ്യവും താന്ത്രികവും ഒക്കെ പഠിച്ച സമയത്ത് കുറച്ചുകൂടി കാര്യങ്ങളെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കുവാനും നിലവിൽ ശീലിച്ചുകൊണ്ടിരുന്ന ശീലങ്ങളിൽ കുറേയേറെ മാറ്റങ്ങളൊക്കെ വരുത്തി കുറച്ചും കൂടെ ഒന്ന് ശുദ്ധമാക്കാൻ. അങ്ങനെയാണല്ലോ നമ്മളിപ്പം ഏതൊരു വസ്തുവും, സ്വർണം എന്ന് പറയുന്നത് വജ്രം എന്ന് പറയുന്നതും ഒരു കല്ലായി കിടക്കുന്നതിനെ പോളിഷ് ചെയ്ത് അതായത് നമുക്ക് കിട്ടുന്ന അറിവുകളിലൂടെ നമ്മുടെ ശീലങ്ങളെ നല്ല ഗുണമുള്ളതും ഫലവത്തുമാക്കി മാറ്റിയെടുക്കുമ്പോഴാണല്ലോ നമ്മളൊരു നല്ല ശീലമുള്ള നല്ല വ്യക്തിത്വമായി മാറുന്നത്. അത്തരത്തിൽ നമുക്ക് കിട്ടുന്ന ഓരോ മേഖലകളിൽ നിന്നും കിട്ടുന്ന അറിവുകളും മുഖാന്തരം നമ്മളും നമ്മുടെ ശീലങ്ങളിൽ പുതുമ കൊണ്ടുവരാറുണ്ട്. ആ ഒരു പുതുമ നല്ലൊരു പ്രസരിപ്പായിട്ട് മാറാറുമുണ്ട്. അപ്പം അത്തരത്തിൽ നമ്മൾ ശീലിക്കുന്ന കുറച്ച് ശീലങ്ങളെ തെറ്റാണെന്നുള്ള രീതിയിലുള്ള ചില വീഡിയോസ് ഈ അടുത്തിടയ്ക്ക് ഞാൻ കാണുകയുണ്ടായി. ഡെന്റൽ ഡോക്ടർമാരാണ് മെയിനായിട്ടും. അവർ വന്നിരുന്നിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ഈ ഗന്ധവുമുണ്ട് ദുർഗന്ധവുമുണ്ട്. ഗന്ധം എന്ന് പറയുന്നത് നല്ലതും ദുർഗന്ധം എന്ന് പറയുന്നത് മോശവുമായിട്ടുള്ള വസ്തുതയാണ്. നമുക്ക് തന്നെ അറിയാം. നമ്മൾ കുറേ മണിക്കൂറുകൾ, അതായത് ചിലപ്പം ചിലർ 3 മണിക്കൂർ, 5 മണിക്കൂർ, 8 മണിക്കൂർ, 10 മണിക്കൂറൊക്കെ കിടന്ന് ഉറങ്ങുന്ന ആളുകളുണ്ട്. ഈ സമയങ്ങളിലൊന്നും നമ്മൾ വാ തുറന്നു വെച്ചിട്ടല്ല, വാ അടച്ചു വെച്ചിട്ടാണ് ഉറങ്ങാറുള്ളത്. ഈ ജലത്തിനുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിടത്ത് അടിഞ്ഞു കിടന്നു കഴിഞ്ഞാൽ ആ ജലം അശുദ്ധമാവുകയാണ് ചെയ്യുന്നത്. ഒഴുക്ക് ജലങ്ങളാണ് എപ്പോഴും ശുദ്ധമായിട്ടുള്ളത് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ വായ്ക്കകത്ത് ഉള്ള ഉമിനീര്, ആ ഉമിനീര് നമ്മുടെ സംസാരം, നാക്കിൻ്റെ വഴക്കം, ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിന് ഒരു അയവ് വരാൻ വേണ്ടിയിട്ടും
എല്ലാം ഉള്ളയാണ് ഉമിനീര് എന്ന് പറയുന്ന വസ്തുത. ആ ഉമിനീര് വായ്ക്കകത്ത് കുറേ നേരം, ഞാൻ ഉച്ച സമയങ്ങളിലൊക്കെ 1 മണിക്കൂറൊക്കെ ചില ദിവസങ്ങളിൽ കിടന്നുറങ്ങാറുണ്ട്. പകൽ സമയത്തായാൽ പോലും നമ്മളൊന്ന് കുറച്ച് നേരം, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമ്മുടെ വാ അടച്ചു വെച്ച് ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞ് എണീക്കുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്ന ഒരു ഗന്ധമുണ്ട്. ആ ഗന്ധത്തെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ദുർഗന്ധമായിട്ടാണ്. അതുകൊണ്ട് എപ്പോൾ ഉറങ്ങി എണീക്കുന്നതുകൊണ്ട് ഞാൻ ബ്രഷ് ചെയ്യാറുണ്ട്. നമ്മളെല്ലാവരും രാവിലെയും വൈകിട്ടും എല്ലാം ബ്രഷ് ചെയ്യുന്നവരാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ വായ്ക്കകത്തുണ്ടാകുന്ന ഈ ദുർഗന്ധം നല്ല ബാക്ടീരിയയാണ്. അത് നമ്മുടെ വയറിനുള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വയറിനകത്തുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഭേദമാകുന്ന, ഇല്ലേ നല്ല ഗട്ട്സ് ഹെൽത്ത് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ളയാണെന്നുള്ള തരത്തിലുള്ള ഡെന്റൽ ഡോക്ടർമാരുടെ വീഡിയോസാണ് കുറച്ച് നാൾ മുമ്പ് വരെ ഞാൻ കണ്ടിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ എണീക്കുമ്പോൾ എനിക്ക് കാണാൻ സാധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ലൊരു ഡോക്ടർ തന്നെ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന വ്യക്തി ചോദിക്കുന്നു, ഡോക്ടറെ എനിക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പല്ല് തേക്കാതെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് നല്ലതാണോ ചീത്തയാണോ? ആ ഡോക്ടർ പറയുന്നത് വെച്ചാൽ, നമ്മുടെ വായ്ക്കകത്ത് നമ്മൾ രാത്രി കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, ഒരു എക്സാമ്പിൾ പോലെ പുള്ളി പറഞ്ഞു തരികയാണ്. വായ്ക്കകത്ത് ബാക്ടീരിയ ഉണ്ടാവും. അതായത് നമ്മളൊരു മാംസ സാധനങ്ങൾ വെളിയിലിട്ട് കഴിഞ്ഞാൽ അത് പിറ്റേന്ന് എങ്ങനെയാണോ വിഘടിച്ച് ദുർഗന്ധം ഉണ്ടാക്കുന്നത്, അത്തരത്തിൽ ഉള്ള പ്രവൃത്തി തന്നെ ആയിരിക്കും നമ്മുടെ വായ്ക്കകത്ത് അടിഞ്ഞിരിക്കുന്ന തലേ ദിവസം കഴിച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ വിഘടിച്ച്, ബാക്ടീരിയ മൂലം വിഘടിച്ച് ദുർഗന്ധം വമിക്കാത്ത രീതിയിലുള്ള വസ്തുതയാവുന്നത്. ഈ വസ്തുതയെ നമ്മൾ ഉള്ളിലേക്ക് ഇറക്കുമ്പോൾ നമ്മുടെ വയറിനകത്ത് നല്ല ബാക്ടീരിയകൾ ഉണ്ടാകുന്നതാണ് നേരത്തെ പറഞ്ഞ ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് പൂർണ്ണമായും തെറ്റാണെന്നാണ് ഇന്ന് രാവിലെ കണ്ട വീഡിയോയിലെ ഡോക്ടർ പറഞ്ഞത്. അതാണ് സത്യവും. നമുക്കുള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലും നമ്മുടെ വയറിനകത്ത് നിരവധി ആസിഡുകളുടെ ഒരു ശേഖരണം തന്നെ നമ്മുടെ ആമാശയത്തിലുണ്ട്. നമ്മുടെ വായിൽ നിന്നും ഉള്ളിലേക്ക് ഇറങ്ങുന്നത് ആമാശയത്തിൽ വെച്ച് വിഘടിച്ചിട്ടാണ് നമ്മുടെ കുടലുകളിലേക്ക് ഇറങ്ങാറുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വയറിനത് നല്ല ബാക്ടീരിയ ഉണ്ടാക്കുന്ന തരത്തിലുള്ളവയാണ് നമ്മുടെ വായിൽ നിന്നും ഉള്ളിലേക്ക് ചെല്ലുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുക? തീർത്തും അസംബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് വളരെ വ്യക്തമായിട്ട് ഇന്ന് രാവിലെ കണ്ട വീഡിയോയിൽ ആ ഡോക്ടർ പറയുകയുണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവരണം, കുറച്ച് നല്ല ശീലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ പൊതുവെ അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനൊരു ശാന്തിയാണ്, ക്ഷേത്രശാന്തിയാണ്. അപ്പോൾ രാവിലെ നമ്മൾ ക്ഷേത്രം എന്ന് പറയുന്നത് തന്നെ എല്ലാവരും എല്ലാ വീഡിയോകളിലും ഒക്കെ കേട്ടിട്ടുള്ളതാണ്. മനുഷ്യ ശരീരഘടനയുമായി ബന്ധപ്പെട്ട ആണ് ക്ഷേത്ര നിർമ്മാണം. ക്ഷേത്രത്തിലെ ശ്രീകോവിൽ എന്ന് പറയുന്നത് നമ്മുടെ ശിരസാണ്, നമ്മുടെ ഈ ആത്മാവ് എന്ന് പറയുമല്ലോ. ആ ആത്മാവാണ് ജ്യോതിസായ വിഗ്രഹമായി ക്ഷേത്രത്തിനുള്ളിൽ കുടികൊള്ളുന്നത്. രാവിലെ ക്ഷേത്രശാന്തിമാർ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ശ്രീകോവിൽ തുറന്ന് നിർമ്മാല്യങ്ങൾ, ക്ഷേത്രത്തിൽ തലേ ദിവസത്തെ ഭഗവാന് ഇല്ലേ ഭഗവതിക്ക് ചാർത്തിയിരിക്കുന്ന വസ്തുവകകളെ എല്ലാമാണ് നിർമ്മാല്യമെന്ന് നമ്മൾ പറയുന്നത്. നിർമ്മാല്യ ദർശനം എന്നൊക്കെ പറഞ്ഞൊരു ദർശനങ്ങളും കാര്യങ്ങളും മിക്ക ക്ഷേത്രങ്ങളിലും ഉണ്ട്. അപ്പം ആ ചാർത്തിയിരിക്കുന്ന വസ്തുവകകളെ എല്ലാം വാരി വെളിയിൽ കളഞ്ഞ് എണ്ണ തേച്ച് മന്ത്രം കൊണ്ട് ജലത്തെ ശുദ്ധമാക്കിയിട്ട് ആ ജലമാണ് ഭഗവാന്റെ ശിരസിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇഞ്ച കൊണ്ട് തേച്ച് കഴുകി ഭദ്രമാക്കി തുടച്ച് വൃത്തിയാക്കി പുതിയ ഉടയാടയൊക്കെ അണിയിച്ച് കുറി തൊട്ട് മന്ത്രം ചൊല്ലി മലര് ആ സമയത്ത് കൊടുക്കാറുണ്ട്. കുളിച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് വിശക്കും. ആ വിശപ്പ് അകറ്റുന്ന രീതിയിലാണ് രാവിലെ കുളി കഴിഞ്ഞാൽ അഭിഷേകം കഴിഞ്ഞാൽ ഉടനെ ഭഗവാന് നേദ്യം കൊടുക്കുന്നത്. അതിനുശേഷമാണ്
പിന്നീടുള്ള പൂജാതി കർമ്മ ക്രിയകൾ എല്ലാം തുടങ്ങുന്നത്. ഇതേ രീതി തന്നെയാണ് സത്യം പറഞ്ഞ പൂർവികർ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതായത് രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്യുക, പിന്നെ മലമൂത്ര വിസർജനങ്ങൾ, ശേഷം കുളി, പിന്നെ വിളക്ക് തെളിയിച്ച് അവനവന് ഏത് മതവിശ്വാസിയാണോ ആ മതത്തിന് അനുയോജ്യമായ രീതിയിലുള്ള പ്രാർത്ഥനകൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നിത്യവും ചെയ്യുന്ന കർമ്മം, നമ്മുടെ ജോലിയാവാം, മറ്റെന്തും ആവാം, വിദ്യാഭ്യാസം ആവാം, മറ്റെന്തും ആവാം, ആ മേഖലയിലേക്ക് കടക്കുക. അതായത് നമ്മുടെ തുടക്കം നമുക്ക് ഊർജം തരുന്നവയായിരിക്കണം. പറഞ്ഞു മനസ്സിലായോ? അതായത് ഇന്നലെ കഴിച്ച വസ്തുവകകൾ വിഴുങ്ങി ഇറക്കി ദുർഗന്ധത്തെ ഉള്ളിലേക്ക് ആക്കിക്കൊണ്ട് ഒരു ദിവസത്തിൻ്റെ നല്ല തുടക്കത്തെ മോശമായ രീതിയിൽ വേണോ ഇല്ലേ നല്ല ഫ്രഷായിട്ടുള്ള രീതിയിൽ വേണോ എന്നെല്ലാം ഓരോ വ്യക്തികൾക്കും, അതിനകത്ത് ഒരുപാട് പേര് വന്ന് കമൻറ്റ് പറയുന്നുണ്ട്. ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞ ഉടനെ ചായ കുടിക്കുന്നുണ്ട്, എനിക്ക് ഇത്രയും വർഷമായിട്ടും 10, 40, 50 വർഷമായിട്ട് എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല. മറ്റൊരാൾ, അതിലൊരു ഭൂരിഭാഗം പേരും ഡോക്ടർ പറഞ്ഞ കാര്യത്തെ, അതായത് നല്ല ശീലത്തെ അംഗീകരിക്കുന്നുണ്ട്. കുറേ പേര് ഈ നല്ല ശീലങ്ങളെ അവരുടെ ഈ നമ്മൾ പറഞ്ഞല്ലോ, ഈ ദുർഗന്ധം ഇല്ലേ, ആ ഒരു വായിൽ രാവിലെ ഉണ്ടാകുന്ന ആ ഒരു ഉമിനീര്, ഗന്ധം നിറഞ്ഞ്, അതായത് ദുർഗന്ധം നിറഞ്ഞ ഉമിനീര് വിഴുങ്ങി ഇറക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ ചായ കുടി കാര്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് വെളിയിലൊക്കെ ഒന്ന് പോയി കറങ്ങി വന്നിട്ടൊക്കെയാണ് ഭൂരിഭാഗം ആളുകളും, നമ്മുടെ നാട്ടിലും ഒരുപാട് പേരെ നമ്മൾ അത്തരത്തിൽ കാണാറുണ്ട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജനങ്ങളുമായി സമ്പർക്കം പുലർത്തുന്ന ആളുകളാണ്. നമ്മൾ വെളിയിലേക്ക് പോകുമ്പം മറ്റൊരു വ്യക്തിയായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വായിൽ നിന്നുള്ള ഗന്ധം മറ്റൊരു വ്യക്തിക്ക് അറിയാൻ സാധിക്കും. പലപ്പോഴും ചിലർ നമ്മളിൽ നിന്നും മാറി നിൽക്കും, ചിലർ വാപൊത്തി സംസാരിക്കുന്ന കാണാം, ചിലർ സൈഡ് ഒതുങ്ങി നിൽക്കും, ചിലരിത് പറയും, ചിലർ പറയത്തില്ല. എന്തിനാ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നമ്മളാണ് വെളിയിലോട്ട് ഇറങ്ങി പോകുന്നത്, നമ്മൾ ഫ്രഷ് ആയിരിക്കണം. നമ്മളെ കാണുന്ന ആളുകൾക്ക് നമ്മളുടെ അടുത്ത് വന്ന് നിൽക്കാനുള്ള ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. മറ്റൊരു കാര്യം ഇതിനകത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രാവിലെ എണീറ്റിട്ട് പല്ല് കഴിച്ച് കുളിച്ച് ഫ്രഷായി വരുന്നതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. രാവിലെ നമ്മൾ ഒരു ദിവസത്തിൻ്റെ അവസാനമാണ് ശരീരക്ഷീണം കൊണ്ട് നമ്മൾ ഉറങ്ങുന്നത്. ശരീരത്തിന് റെസ്റ്റ് കൊടുക്കുന്ന സമയമാണ് ഈ ഉറക്കം എന്ന് പറയുന്നത്. നമ്മളൊരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ജോലി ചെയ്ത് ക്ഷീണിതനാവുന്നത് പോലെയാണ് നമ്മുടെ ശരീരത്തിനുള്ളിലെ ഓരോ അവയവങ്ങൾക്കും റെസ്റ്റ് വേണം. ആ റെസ്റ്റ് കൊടുക്കുന്ന നിമിഷത്തെയാണ് നമ്മൾ ഉറങ്ങുന്നത് എന്ന് പറയുന്നത്. ഉറങ്ങി ഇല്ലേ, ആ ഒരു ദിവസം കഴിഞ്ഞ് രാവിലെ നമ്മൾ ഉണരുമ്പോൾ, നമ്മൾ ഉണരാനുണ്ടാവുന്ന എത്ര പേരാണെന്നറിയാമോ ഉറങ്ങിയതിന് ശേഷം ഉണരാൻ പറ്റാത്തതായി നമ്മുടെ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ നമ്മളോട് വിട പറഞ്ഞു പോകുന്നത്. നമ്മൾ എണീക്കുമ്പോൾ ഈശ്വരനോട് ഒരു നന്ദി പറയുക. കാരണം നമ്മൾ ഉണർന്നല്ലോ. ആ ഉണരുന്ന അവസ്ഥയാണ് നമ്മുടെ ഊർജം. രാവിലെ എണീറ്റ് ഉണർന്ന് ബാത്റൂമിൽ പോകുമ്പം ശ്രദ്ധിക്കണം, മലമൂത്ര വിസർജനങ്ങൾ ചെയ്യുന്ന സമയം. സാധാരണഗതിയിൽ നമുക്കറിയാം, നമ്മൾ ഈ വക കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ഉമിനീര് വായിലേക്ക് സാധാരണഗതിയിൽ എല്ലാവർക്കും വരാറുണ്ട്. കാരണം നമ്മുടെ പ്രാണൻ എന്ന് പറയുന്നത് തന്നെ പ്രാണവായുവാണ്. നമുക്കുള്ളിൽ വായു ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിച്ച് ഇരിക്കാൻ സാധിക്കുന്നതല്ല. അപ്പം ഈ വായുവിൻ്റെ പ്രഷറാണ് താഴേക്കും മുകളിലേക്കും ഒരേ രീതിയിലാണ് ഇത് പോകുന്നത്.
അങ്ങോട്ട് പ്രസ് ചെയ്യുന്നത് പോലെ തന്നെ തിരിച്ചതിൻ്റെ ഒരു റിട്ടേൺ തിരികെയും വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്നും ആ ഉമിനീരായിട്ട് വായിലേക്ക് വരികയും അത് നമ്മൾ തുപ്പിക്കളയുകയും ചെയ്യാം. മലമൂത്ര വിസർജനങ്ങളൊക്കെ ചെയ്തതിന് ശേഷം 7 തവണ വാ കഴുകണം. ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള പല ആളുകളിലും ഇത്തരം ശീലങ്ങളൊന്നും ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. മറ്റു പലരിലും ഞാനത് കാണുകയും ചെയ്തിട്ടുണ്ട്. എപ്പോഴായാലും ആണായാലും പെണ്ണായാലും മൂത്രം വിസർജിച്ചതിന് ശേഷം കഴുകുക. അതുപോലെ തന്നെ വായും 7 തവണ കഴുകുക. മലമൂത്ര വിസർജനം കഴിഞ്ഞതിന് ശേഷം അതിനുശേഷം വാ കഴുകി പല്ല് തേക്കുക. അപ്പോൾ അതിനകത്തൊരു വ്യക്തി പറയുന്നുണ്ടായിരുന്നു, കോൾഗറ്റും ക്ലോസപ്പും പോലെയുള്ള പേസ്റ്റുകൾ വെച്ച് രാവിലെ എണീറ്റ് വാ കഴുകിയിട്ട് അതുണ്ടാക്കുന്ന അസുഖത്തെക്കാളും നല്ലതാണ് ഈ ദുർഗന്ധത്തോടുള്ള ഉമിനീര് വയറ്റിലേക്ക് ഇറക്കുന്നത്. സുഹൃത്ത്, വിവരം ഉള്ളവരും ഉണ്ട്, വിവരം ഇല്ലാത്തവരും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാഴ്ചപ്പാടുകൾ പലതും പല ആളുകളുടെയും പലതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ക്ലോസപ്പും കോൾഗറ്റ് ഈ വക കാര്യങ്ങളൊന്നും ഇല്ലാതെ ഉമ്മിക്കരി വെച്ചും മാവില വെച്ചും അങ്ങനെ മറ്റു പലതും കൊണ്ട് നമ്മൾ പല്ല് തേച്ച് വന്ന ഒരു പാരമ്പര്യമാണ് നമ്മുടേത്. അതുകൊണ്ട് കോൾഗറ്റും ക്ലോസപ്പും ഇഷ്ടമില്ലാത്തവർ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുക. ഞാൻ ചെയ്യുന്ന ദുർനടപ്പ് ശരിയാണെന്ന് കരുതി മറ്റുള്ളവരിലേക്ക് അത് അടിച്ചേൽപ്പിക്കുന്നതിന് പകരം നല്ല ശീലങ്ങളെ, നല്ല കാര്യങ്ങളെ ജനങ്ങളുടെ മുന്നിലേക്ക് പറഞ്ഞു കൊടുത്ത് അവരെ നല്ല വഴി നടത്തുക. ചിലപ്പോൾ ചില ആളുകളുണ്ട്, രാവിലെ എണീറ്റ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യും. പക്ഷേ സമൂഹത്തിന് മുന്നിൽ നേരെ വിപരീതമായിട്ട് പറയും. അതായത്, ഞാൻ നന്നായാൽ മതി, നീ നന്നാവണം എന്നുള്ള കാഴ്ചപ്പാടുള്ള ആളുകളും ഉണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ആളുകളുടെയും മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ബോധ്യം വേണം നമുക്ക്. നാം തന്നെയാണ് വലുത്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന നല്ല ശീലങ്ങളെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന പരമ്പരകളും നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയല്ലേ. ഒരു വസ്തുവിൽ നിറയെ പൂക്കൾ, നല്ല പച്ചപ്പ് ഒക്കെ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലം, ചെടികളെല്ലാം പൂത്ത് ഭംഗിയായിട്ട് നിൽക്കുന്ന കാണാൻ നമുക്ക് നല്ല മനസ്സിന് നല്ല സുഖം തരുത്തില്ലേ. അതേസമയം കുറേ വേസ്റ്റുകളാണ് അവിടെ കൊണ്ടുവന്നിട്ട് ഇടുന്നതെന്നുണ്ടെങ്കിലോ, ചില ആളുകൾ വേസ്റ്റ് കൊണ്ടുവന്നിട്ടിട്ട് പറയും ആ മണ്ണിന് വളമായി മാറുമല്ലേ എന്ന്. പക്ഷെ അതുവരെ അനുഭവിക്കുന്ന ആ ദുർഗന്ധവും കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസൗകര്യങ്ങളും ഇതൊന്നും അവർക്ക് മനസ്സിലാവത്തില്ല. കാരണം എന്തിലും ഒരു ന്യായം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളെ പൊതുവായിട്ടുള്ള ഒരു ശീലം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ എണീക്കുമ്പം ഈശ്വരനോടൊന്ന് പ്രാർത്ഥിക്കുക, വീണ്ടും എനിക്ക് ഈ ലോകത്ത് ഒരു ദിനം കൂടി തന്നതിന്. ബാത്റൂമുകളിൽ പോയി അവനവൻ്റെ ദിനചര്യകൾ നിറവേറ്റുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ലോണം ഒരു 7 തവണയെങ്കിലും കുളിക്കുക. വായിൽ വെള്ളം കൊണ്ട് കുലുക്കഴിക്കുക എന്ന് നമ്മൾ പറയുന്നത്, കഴുകുക. അതിനുശേഷം ബ്രഷ് ചെയ്യുക. അതിനുശേഷം കുളിക്കുക. കുളിക്കുന്നതിന് മുമ്പ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ജലം, നമുക്ക് ഊർജം. എപ്പോഴും കുളി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഉന്മേഷം തരുന്ന ഒന്നാണ്. അപ്പോൾ ആ ജലം ഗായത്രി മന്ത്രം കൊണ്ടോ ഇല്ലേ ജലം ശുദ്ധമാക്കുന്ന മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങളെല്ലാം ഞാൻ വരുന്ന വീഡിയോയിൽ അടുത്ത തവണ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ജലം ശുദ്ധമാക്കുക. അറിയാവുന്ന, നമ്മൾ കണ്ടിട്ടില്ലേ, സിനിമകളിലൊക്കെ കണ്ടു കാണും, ഇങ്ങനെ സന്യാസിമാർ ഇല്ലെന്നുണ്ടെങ്കിൽ ചില യോഗിമാർ കയ്യിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ വെള്ളത്തിലോട്ട് തന്നെ ഒഴിക്കുന്നത്. അതേ കണക്ക് എടുക്കുക, ഗായത്രി മന്ത്രം ചൊല്ലുക, തിരികെ വെള്ളത്തിലേക്ക് ഒഴിക്കുക, ജലം ശുദ്ധമാവും. ആ ജലം നമ്മുടെ ശിരസ് വഴി ഒഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു കുളിർമ, ആ ഒരു സുഖം, അതാണ് നമ്മുടെ ഊർജവും. തണുത്ത വെള്ളം തന്നെ കഴിവതും കുളിക്കാൻ ശ്രമിക്കുക. കുളിച്ച് ശുദ്ധമായി
വന്നതിന് ശേഷം ഹൈന്ദവരാണെന്നുണ്ടെങ്കിൽ അവരെ പൂജാ റൂമിലെ നിലവിളക്ക് എപ്പോഴും കഴുകി ശുദ്ധമാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അതിൽ എണ്ണയുണ്ട്, ഇല്ലേ തിരിയുണ്ട്, ഇതെല്ലാം ഒന്ന് തുടച്ചിട്ട് ചില ആളുകൾ കണ്ടിട്ടുണ്ട്. തുടച്ചിട്ട് ഒഴിക്കും. ചില ആളുകൾ എണ്ണ അതിൽ കിടക്കുന്നുണ്ട്, എണ്ണ അതിനകത്ത് വെച്ചിട്ട് തിരി മാറ്റിയിട്ട് മറ്റൊരു തിരിയിട്ട് കത്തിക്കും. മിക്ക ക്ഷേത്രങ്ങളിലും ഇപ്പം ഞാൻ പകരം പല ക്ഷേത്രങ്ങളിലും ശാന്തിയായിട്ട് പോകാറുണ്ട്. ചെല്ലുന്ന മിക്ക ക്ഷേത്രങ്ങളിലും വിളക്കുകൾ പോലും ശുദ്ധമായിട്ടല്ല ഒരുക്കി കത്തിക്കുന്നത്. വിളക്കുകൾ നല്ലോണം കഴുകി ശുദ്ധമാക്കിയിട്ട് എപ്പം കഴുകുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ മന്ത്രങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ ചൊല്ലി തന്നെ കഴുകിക്കഴിഞ്ഞാൽ ആ വിളക്കിലാണ് നമ്മളെ ഈശ്വരനെ കാണുന്നത്. ആ വിളക്കിൽ കത്തുന്ന ദീപമാണ് നമ്മുടെ ഗൃഹത്തിൻ്റെ ജ്യോതിസ് എന്ന് പറയുന്നതും നമ്മുടെ ഉള്ളിൽ തെളിയുന്ന ജ്യോതിസും. അപ്പം ഈശ്വരനെയാണ് നമ്മൾ വിളക്കിൽ കാണുന്നത്. വിളക്ക് കൊളുത്തി ഒരു 5 മിനിറ്റ് അതിന് മുന്നിലിരുന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം മംഗളമാകണേ എന്നുള്ള ഒരു നല്ല ദിനം ഉണ്ടാകണേ എന്ന് ഈശ്വരന് മുന്നിൽ ഇരുന്നൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവർക്ക് കഴിക്കാം, മറ്റ് പല കാര്യങ്ങളിലും ഏർപ്പെടുന്നവർക്ക് ആ രീതിയിലാവാം. ഇത്തരത്തിലുള്ള നല്ല ശീലങ്ങൾ ഫോളോ ചെയ്താൽ നമ്മുടെ ജീവിതം തന്നെ ശോഭനീയമായി മാറുന്നതായിരിക്കും. അപ്പം ഇത്തരമൊരു നല്ല സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് പലതവണ കരുതിയതാണ്. ഇന്നാണ് അതിന് അവസരമുണ്ടായതും. എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യം പൂർണ്ണമായിട്ടും വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.